നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷം ഭക്തജന തിരക്കിൽ ലയിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. രഥോത്സവ ദർശനത്തിന് ആയിരങ്ങൾ. കളനാട് റെയിൽപാളത്തിൽ വിള്ളൽ കണ്ടെത്തി. ഒഴിവായത് വൻ ദുരന്തം. ജില്ലയിൽ വൻ പാൻ മസാല വേട്ട. കാഞ്ഞങ്ങാട്ടേക്ക് കടത്തുകയായിരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാല പിടികൂടി. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് അതിയാമ്പൂരിൽ തുടക്കം. കാഞ്ഞങ്ങാട് നഗരത്തെ ഹരിത നഗരമാക്കണം. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം വേഗത്തിലാക്കണം. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കുടുംബശ്രീ കൂട്ടായ്മയിൽ നെല്ലിക്കാട്ട് കാർഷിക സമൃദ്ധം. വിളവെടുപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് വൻ ഭക്തജന തിരക്ക്. ഭക്തിയുടെ നിറവിൽ രഥോത്സവം നടന്നു. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മലയാളികളടക്കം പതിനായിരങ്ങളാണ് മൂകാംബിക സന്നിധിയിൽ ദർശനത്തിനായെത്തിയത്. നവരാത്രി നാളിലെ പ്രധാന ഉത്സവമായ ദേവിയുടെ രഥാരോഹണം തിങ്കളാഴ്ച നടന്നു. മുഖ്യതന്ത്രി രാമചന്ദ്ര അടിഗയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രഥപൂജ ചടങ്ങുകളോട് കൂടിയായിരിക്കും ദേവിയുടെ രഥാരോഹണം. പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിലേറി ദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ 3 വട്ടം വലം വെച്ചു. രഥാരോഹണത്തിന് ശേഷം ഭക്തർക്ക് നാണയത്തൊട്ടുകൾ എറിഞ്ഞു നൽകിയത് ഭക്തർക്ക് സായുജ്യം പകരുന്ന അനുഭവമായി മാറി. വിജയദശമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. നാളെ വിദ്യാരംഭം അമ്പലം 3 മണിക്ക് നട തുറക്കും. പിന്നെ 3 മണി മുതൽ 1 മണി വരെ വിദ്യാരംഭം നടക്കാൻ പോവാണ് ക്ഷേത്രത്തിൽ. ഈ പ്രാവശ്യം തിരക്ക് കൂടുതലായതുകൊണ്ട് സരസ്വതി മണ്ഡപത്തിൻ്റെ പുറത്ത് ഉള്ള ചണ്ഡികാ ഹോമം നടക്കുന്ന സ്ഥലത്തിലും പിന്നെ അതിൻ്റെ പുറത്തും വിദ്യാരംഭം ചെയ്യിപ്പിക്കും. വിദ്യാരംഭ ദിനത്തിൽ വിജയോത്സവത്തോടെയാണ് 9 നാൾ നീണ്ടു നിൽക്കുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകുക. കളനാട് റെയിൽപാളത്തിൽ വിള്ളൽ. കീമാൻമാർ അപകട വിവരം അതുവഴി കടന്നുവരികയായിരുന്ന മാവേലി എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റിനെ അറിയിച്ചത് കാരണം വൻ ദുരന്തമൊഴിവായി. ഞായറാഴ്ച രാവിലെ 6:35 കളനാട് പാളത്തിലെ വിള്ളൽ കണ്ട ഉടൻ ഇവർ ജാഗരൂകരായി. മൻമോഹൻ മീണ ശ്രദ്ധിച്ച ലൈനിലായിരുന്നു പൊട്ടലുണ്ടായിരുന്നത്. ഉടൻ കയ്യിലെ ഡിറ്റണേറ്ററുകളുമായി 1 കിലോമീറ്ററോളം ഓടി 4 സ്ഥലത്ത് ഈ ഉപകരണം സ്ഥാപിച്ചു. വണ്ടി ഇതിനു മുകളിലൂടെ കയറിയാൽ മർദ്ദം കാരണം ഡിറ്റണേറ്റർ വലിയ ശബ്ദത്തോടെ പൊട്ടും. അതുവഴി ലോക്കോ പൈലറ്റിന് അപകട സൂചന കിട്ടും. പ്രശ്ന സ്ഥലത്ത് എത്തും മുമ്പ് വണ്ടി നിർത്താൻ പറ്റും. മീണ ഡിറ്റണേറ്റർ സ്ഥാപിച്ച് അല്പസമയത്തിനുള്ളിൽ മാവേലി എക്സ്പ്രസ് കുതിച്ചു വന്നു. ഡിറ്റണേറ്ററിന്റെ മുകളിലൂടെ വണ്ടി പോയപ്പോൾ 4ഉം പൊട്ടി. ശബ്ദം മനസ്സിലാക്കിയുടൻ ലോക്കോ പൈലറ്റ് അടിയന്തര ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടി നിർത്തി. അപകടം നടന്ന സ്ഥലത്ത് വണ്ടി നിർത്താൻ സാധാരണയായി ജനങ്ങളടക്കം ഉപയോഗിക്കുന്നത് ചുവന്ന കൊടിയോ വസ്ത്രങ്ങളോ ആണ്. എന്നാൽ ലോക്കോ പൈലറ്റിന് ഇവ വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണാനാകൂ. ഈ പരിമിതിയാണ് അവസരോചിതമായി റെയിൽവേ കീമാൻമാർ മറികടന്നത്. വണ്ടി നിർത്തിയിട്ട ശേഷം എഞ്ചിനീയറിംഗ് വിഭാഗം താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി. 25 മിനിറ്റിനു ശേഷം വേഗം കുറച്ച് മാവേലി എക്സ്പ്രസും മറ്റു വണ്ടികളും കടന്നുപോയി. ലോറിയിൽ കടത്തുകയായിരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാല പോലീസ് പിടികൂടി. മംഗലാപുരത്ത് നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് കടത്തുകയായിരുന്ന പാൻ മസാലകളാണ് പിടികൂടിയത്. കറന്തക്കാട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 6 ലക്ഷം രൂപ വില വരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാലകൾ പിടിച്ചെടുത്തത്.
മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഇവ. മംഗലാപുരത്തു നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന മിനി ലോറിയുടെ ഡ്രൈവറടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്നും വൻതോതിൽ നിരോധിത പാൻ മസാലകൾ കേരളത്തിലേക്ക് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. ശക്തമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്യസംസ്ഥാനത്ത് നിന്ന് ധാരാളം കോട്ട ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടത്തുന്നതായിട്ട് വിവരമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോലീസ് നിരന്തരം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ, വീടുകളെല്ലാം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലോഡ്ജുകൾ. അതുപോലെ ഇവർക്ക് സാധനങ്ങൾ പുറത്തുനിന്ന് എത്തിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു മാഫിയുണ്ട്. അവരെക്കുറിച്ചും പോലീസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഈ കോട്ട ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 4 കിൻഡലോളം നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ ലോറിയിലുണ്ടായിരുന്നത്. ഇത് നമ്മളെ കേരളത്തിൽ മൊത്തം കൊണ്ടുപോകുന്നതല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രം വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതെന്നുള്ള വിവരം കൂടിയുണ്ട്. CICA അബ്ദുറഹീം, SIമാരായ രഞ്ജിത് രവീന്ദ്രൻ, വരുൺ ജി കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പാൻ മസാലകൾ പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് പാൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ. ഇവരെ ലക്ഷ്യമിട്ട് ഒരു വൻ റാക്കറ്റ് തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിനി ലോറി ഡ്രൈവർ വിദ്യാനഗറിലെ സൈനുദ്ദീൻ, അടുക്കത്ത് ബയലിലെ നവീൻ കുമാർ, പാറക്കട്ടയിലെ യതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് അതിയാമ്പൂരിൽ തുടക്കമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ, പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കാഞ്ഞങ്ങാട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അതിയാമ്പൂരിൽ സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ പാരമ്യമാണ് ഈശ്വരൻ. ആ വിശ്വാസത്തിന്റെ പാരമ്യമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവർക്കുമുണ്ട്, മതേതരമായി ചിന്തിക്കുന്നവർക്കുമുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പാരമ്യം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളെ ആയിരിക്കും അതിൽ കാണുക. അഗ്നിയെ, സൂര്യനെ, ചന്ദ്രനെ, പ്രകൃതിയെ ആരാധനാഭാവത്തോടു കൂടി കാണുകയും ദൈവമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പോരുന്നു. അദൃശ്യമായ മറ്റെന്തിലോ മായയിൽ വലിയ വിശ്വാസം വെച്ച് പുലർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളുമായി പോകുന്നു. അങ്ങനെ ഒരു വലിയ വിഭാഗം നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്കറിയാൻ കഴിയുന്നത് ഏത് കാലത്തും മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നാസ്തികരും ആസ്തികരുമെല്ലാം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു പ്രതിജ്ഞാപത്രിക ഏറ്റുവാങ്ങി. ADM കെ അംബുജാക്ഷൻ, AK നാരായണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, മഹമ്മൂദ് മുറിയനാവി, വാസു ചേറോട്, കെ മധുസൂദനൻ, ഡോക്ടർ C ബാലൻ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, PVK പനയാൽ, B ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തുടിവാദ്യം, ചിമ്മാനക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യ വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മൾ അർഹതപ്പെട്ടവരെ, പ്രത്യേകിച്ചും വളരുന്ന തലമുറയെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു തലങ്ങളിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ മാതൃകാപരമായ പരിപാടികളാണ് ഇവിടെ ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ മേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ്. നിർമ്മാണ തൊഴിലാളി മേഖലയിലെ ഒരുപാട് പ്രതിസന്ധികൾ. നിർമ്മാണ ജില്ലാ വൈസ് പ്രസിഡന്റ് OK നാരായണി അധ്യക്ഷയായി. ചടങ്ങിൽ P ബാലകൃഷ്ണൻ, ET രവീന്ദ്രൻ, T അബ്ദുള്ള, P രാമകൃഷ്ണൻ, T ചന്ദ്രശേഖരൻ, MV തമ്പാൻ, ശേഖരവാര്യർ മുന്നാട്, സോണി സെബാസ്റ്റ്യൻ, TV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൺവെൻഷനിൽ അനുമോദിച്ചു.
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ HMS കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം നടന്നു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് സ്വന്തം കെട്ടിടം പണിയാൻ നടപടി സ്വീകരിക്കണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ HMS കാഞ്ഞങ്ങാട് ഡിവിഷൻ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. HMS ജില്ലാ പ്രസിഡന്റ് M. കുഞ്ഞമ്പാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്ത് ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച പ്രവർത്തകരാണ് എൻ്റെ മുന്നിലുള്ളത്. അവരുടെ നിരന്തരം നിതാന്തമായ പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സ്വാഭാവികമായിട്ടും HMS ആയാലും മറ്റ് പാർട്ടി ആയാലും ഈ സംഘടനയെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ നമ്മുടെ സംഘടനാ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് പാർട്ടികൾ ഉണ്ടാകുന്ന ഒരുപാട് അക്രമ സ്വഭാവങ്ങളുണ്ട്. ആ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് കുടുംബപരമായ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. മേഖലാ പ്രസിഡന്റ് C. സഹദേവൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PV തമ്പാൻ, N. വേലായുധൻ, നിർമ്മാണ തൊഴിലാളി ജില്ലാ സെക്രട്ടറി VV വിജയൻ, ജില്ലാ പ്രസിഡന്റ് K. അമ്പാടി, PK പ്രസന്നൻ, KV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. EV ഗണേശൻ സ്വാഗതം പറഞ്ഞു. ലോക തപാൽ ദിനത്തിൽ ഹരിതനഗര ക്യാമ്പയിനുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ യുവസമിതി പ്രവർത്തകർ രംഗത്തിറങ്ങി. തപാൽ പെട്ടിയുമായാണ് പ്രവർത്തകർ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയത്. കാഞ്ഞങ്ങാട് പട്ടണത്തെ ഹരിതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുവകലാസാഹിത്യ പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. തപാൽ പെട്ടിയുമായി അവർ നഗരത്തിലിറങ്ങി. കാഞ്ഞങ്ങാട് നഗരവാസികളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയുണ്ടായി. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് കാർഡിലെഴുതി തപാൽ പെട്ടിയിൽ നിക്ഷേപിച്ചു. നഗരവികസനത്തോടൊപ്പം പ്രാണം കാക്കുന്ന മരങ്ങളെ സംരക്ഷിക്കാനും മാലിന്യമുക്തമായ പട്ടണമൊരുക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ജനങ്ങൾ സമർപ്പിച്ചത്. ഹരിതനഗരം ക്യാമ്പയിൻ കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി കൺവീനർ P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തെ മുൻനിർത്തിയുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ നഗരം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ വന്നു പോകുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. വികസനത്തിന്റെ പേരിൽ ഈ നഗരത്തിലെ മുഴുവൻ തണൽ വൃക്ഷങ്ങളും മുറിച്ചു മാറ്റിയതിൻ്റെ കെടുതി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചു മാറ്റിയവരും അതിനെ ഒത്താശ ചെയ്തവരും അതിന് മൗനസമ്മതം നൽകിയവരും മാത്രമല്ല, ഇതിനെ എതിർത്തവരും ഇതിനെ ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവരുമായ ന്യൂനപക്ഷമായ പ്രകൃതി സ്നേഹികളും പരിഷത്തടക്കമുള്ള സംഘടനകളും അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. K. രാഖി അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കൊടക്കാട്, ജില്ലാ സെക്രട്ടറി M. രമേശൻ, പ്രൊഫസർ M. ഗോപാലൻ, VT കാർത്തിയാനി, K. രാധാകൃഷ്ണൻ, V. മധുസൂദനൻ, അവിൻ, ഇഷ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ കൈകോർത്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 8ാം വാർഡിൽ കാർഷിക മുന്നേറ്റം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ നെല്ലിക്കാട്ട് പ്രദേശത്താണ് വിവിധ കുടുംബശ്രീ പ്രവർത്തകർ ഒത്തുചേർന്ന് നെൽകൃഷി ഇറക്കിയത്. കൈരളി, ആതിര, നിറദീപം കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. നെല്ലിക്കാട്ടെ വിജയൻ നായർ, കൃഷ്ണൻ മാസ്റ്റർ, കാരിച്ചേമ എന്നിവരാണ് കൃഷിയിറക്കാനായി സ്ഥലം വിട്ടു നൽകിയത്. വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്ഥിരം സമിതി ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർമാരായ അജയ്കുമാർ നെല്ലിക്കാട്ട്, K. ലത, സന്തോഷ്, K. സാവിത്രി തുടങ്ങിയവർ നേതൃത്വമേകി. കൃഷി ഓഫീസർ പ്രേമലത, ADS പ്രസിഡന്റ് ധരിത്രി, പ്രീത നാരായണൻ, പാടശേഖര സമിതി സെക്രട്ടറി N. മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 8ാം വാർഡിൽ പഞ്ചമി കുടുംബശ്രീ അംഗങ്ങളാണ് വല്ല പാടശേഖരത്തിൽ നെൽകൃഷി ഇറക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. രതിക അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ അജയ്കുമാർ നെല്ലിക്കാട്ട്, സാവിത്രി, മുൻ കൗൺസിലർമാരായ ലീല, PV കമലാക്ഷി, M. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പടുവളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കൂടുതൽ പശുക്കളെ വളർത്തി അത് ഒരു കുടുംബ വ്യവസായമായി, ഒരു ഗ്രൂപ്പ് വ്യവസായമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇതുവഴി കേരളത്തിൽ തൊഴിൽ സാധ്യത ഉണ്ടാക്കുക, ഇതിൽ നിന്ന് ലാഭകരമാക്കണം, അതിന് തൊഴിൽ സാധ്യത ഉണ്ടാകും. തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവിടെ പാല് വിൽക്കുന്ന 38 രൂപ, ഒരു കുപ്പി വെള്ളത്തിന് ഇപ്പോൾ 10-15 രൂപയുണ്ട്. സാധാരണ പച്ചവെള്ളത്തിന് പാല് കൊടുത്താൽ ഇപ്പോൾ 38 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിനെ കുറച്ച് ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട് 5 രൂപയൊക്കെ വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ വിൽപ്പന 38 രൂപക്കാണ്. 33 മാത്രമേ കൃഷിക്കാർക്ക് കിട്ടൂ. അപ്പോൾ ഏതായാലും നമുക്ക് പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം.
ഇനിയും നല്ല ഉൽപാദന ശേഷിയുള്ള പശുക്കളെ കണ്ടെത്താൻ കഴിയണം. അങ്ങനെ നമ്മുടെ ഗ്രാമീണ മേഖലയെ ധന്യമാക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് സംസ്ഥാന വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തത്. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ജാനകി, ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ്, മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KA സുരേന്ദ്രൻ നായർ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ, TV ഗോവിന്ദൻ, A കൃഷ്ണൻ, CH സിനാജുദ്ദീൻ, K മാധവൻ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി K സാജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം പ്രസിഡന്റ് KP നാരായണൻ സ്വാഗതം പറഞ്ഞു. വർഗീയ ഫാസിസത്തെയും ഭീകരവാദത്തെയും പ്രതിരോധിക്കണമെന്ന ആഹ്വാനവുമായി പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ചെറുവത്തൂർ AKG ഭവനിലെ കുഞ്ഞിക്കണ്ണൻ നഗറിലാണ് സമ്മേളനം നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PVK പനയാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരുടെ തറവാട്ടിൽ കളിയാട്ടം നടക്കുമ്പോൾ ഈ കുറകതനിയൻ 7 തെങ്ങിന്റെ തിരിയോലകളും 7 കവുങ്ങിന്റെ ഓലയും അതുപോലെ മറ്റ് സാധനങ്ങളെ വലിയ കെട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുടെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകേണ്ട ആ സാധനം ഈ വളർത്തമ്മയോട് പറയുകയാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. എൺസൂർ തറവാട്ടിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകുകയാണ് ഈ തനിയൻ പറയുന്ന ആൾ. പക്ഷേ ആ തറവാട്ടിലെത്തിയപ്പോൾ തറവാട്ടുകാർ പറഞ്ഞ് അവിടെ നിൽക്ക്, ഇതിന്റെ അകത്ത് കിടക്കണമെങ്കിൽ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചാൽ മതി. അതിന്റെ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് തനിയൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ തെങ്ങിലെ ഓല നിങ്ങൾക്ക് ആവാം, എന്നെ നിങ്ങൾക്ക് പാടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ കൊണ്ടുവന്ന വാഴക്കുല നിങ്ങൾക്കാവാം, എന്നെ നിങ്ങൾക്ക് വേണ്ട. എന്താണ് ഇതിന്റെ അർത്ഥം? ആരാണ് ആദ്യം ഉണ്ടായത്? പൊട്ടന്തയ്യമാണോ തനിയനാണോ? ഗവേഷണം നടത്തുന്ന വിഷയമാണ്. സാംസ്കാരിക രംഗത്തെ സാമ്രാജ്യത്വാധിനിവേശം മനുഷ്യബന്ധങ്ങളിൽ പോലും അതിരൂക്ഷമായ അപജയമുണ്ടാക്കുന്നതോടൊപ്പം കലാകാരന്മാരും എഴുത്തുകാരും ഭീഷണി നേരിടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാമചന്ദ്രൻ തുരുത്തി അധ്യക്ഷനായിരുന്നു. P ജനാർദ്ദനൻ, EP രാജഗോപാലൻ, KP വത്സരൻ, വാസു ചൂറോട്, KK നായർ, രവീന്ദ്രൻ കൊടക്കാട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KK കുമാരൻ വൈദ്യർ സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മയും അനുമോദന ചടങ്ങും നടന്നു. പാല ഭാസ്കര ഭാഗവതർ നവരാത്രി സംഗീതോത്സവം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു സംഗീതോത്സവം നടന്നത്. കർണാടക സംഗീത ലോകത്തെ ആചാര്യൻ പാല ഭാസ്കര ഭാഗവതരെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും സംഗീതാസ്വാദകരും കൂടി മഹാനവമി ദിനത്തിൽ ശുദ്ധ സംഗീതത്തിലൂടെ സ്മരിക്കുകയായിരുന്നു. പ്രഗത്ഭരും പ്രശസ്തരുമായ സംഗീതജ്ഞരുടെ സംഗീതാർച്ചന ഏറെ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സജീവൻ വെങ്ങാട്ട് അധ്യക്ഷനായി. ബാലൻ കല്ലഞ്ചിറ ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ ഗുരുസ്ഥാനീയരെ ചടങ്ങിൽ ആദരിച്ചു. EV അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത സംഗീതജ്ഞൻ ഉദയ് ശങ്കർ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറി. പെരിയ കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷാർച്ചന നടന്നു. ദുർഗാഷ്ടമി നാളിലായിരുന്നു ലക്ഷാർച്ചന നടന്നത്. പെരിയ കൂടാനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി നാളിലായിരുന്നു ലക്ഷാർച്ചന നടന്നത്. ക്ഷേത്രം തന്ത്രി KV ദാമോദർ തന്ത്രികളുടെ കാർമ്മികത്തിലാണ് ലക്ഷാർച്ചന നടന്നത്.
ചടങ്ങ് ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുണർദം ഉത്സവം നവംബർ 17-18 തീയതികളിലായി നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുണർദം ഉത്സവം നവംബർ 17-18 തീയതികളിലായാണ് നടക്കുന്നത്. പുണർദം ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പെരിയ നമ്പിയായിരുന്ന പത്മനാഭ മധുരമ്പാടി തായർ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. VK സുബ്രഹ്മണ്യയ്യർ അധ്യക്ഷനായി. V രാജൻ, PT ഗംഗാധരൻ നായർ, വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയോരത്ത് മൂലക്കണ്ടത്ത് അക്രമങ്ങൾ നടത്തിയ CPM പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ആവശ്യപ്പെട്ടു. പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആജാനൂർ പഞ്ചായത്തിലെ മൂലക്കണ്ടത്ത് CPM അധികാരത്തിന്റെ മറവിൽ അക്രമങ്ങൾ നടത്തുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. അക്രമത്തിൽ തകർന്ന കോൺഗ്രസ് ഓഫീസും നേതാക്കൾ സന്ദർശിച്ചു. സമീപത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളും സന്ദർശിക്കുകയുണ്ടായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരന്റെ നേതൃത്വത്തിലാണ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത്. ഒരു പ്രകോപനമില്ലാതെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മൂലക്കണ്ടത്ത് നമ്മുടെ പാർട്ടി ഓഫീസ് അടിച്ചു കയറുകയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ സ്ത്രീകളടക്കം ഉള്ള ആളുകളെ അടിക്കുകയും അടിച്ചു പറിക്കറി 5-6 പേര് ആശുപത്രി കിടക്കുകയാണ്. ഇത് ആദ്യ തവണയല്ല. മൂലക്കണ്ടത്ത് സ്ഥിരമായി, പ്രത്യേകിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം സ്ഥിരമായി ഈ ആഫീസ് നേരെയും അതുപോലെ തന്നെ മൂലക്കണ്ടത്തുള്ള നമ്മുടെ പ്രവർത്തകരെയും അക്രമം അഴിച്ചുവിടുന്ന പ്രവണത CPMന്റെ ഭാഗത്തുനിന്ന് തുടർന്നു വരികയാണ്. ഇത് തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത് വെച്ചുറപ്പിക്കാനാവില്ല. ഇതിന് നേരെ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. DCC സെക്രട്ടറിമാരായ M. അസൈനാർ, PV സുരേഷ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്ത്, DV ബാലകൃഷ്ണൻ, KP മോഹനൻ, K. ദിനേശൻ, പ്രവീൺ തോയമൽ, അരവിന്ദാക്ഷൻ നായർ, ഉമേശൻ കാട്ടുകുളങ്ങര, നാരായണൻ, KP ദിനേശൻ, രാജു മൂലക്കണ്ടം, PK മനോജ് തുടങ്ങിയവരും DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പപ്പായ ഫ്ലവേഴ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പപ്പായ ഫ്ലവേഴ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ് കാഞ്ഞങ്ങാട് പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. മുല്ലപ്പൂ, കല്യാണമാല, കാർ ഡെക്കറേഷൻ, സ്റ്റേജ് ഡെക്കറേഷൻ, ബലൂൺ ഡെക്കറേഷൻ, ബൊക്ക ഡെക്കറേഷൻ തുടങ്ങിയവ ചെയ്തു കൊടുക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി കൃഷ്ണൻ നായർ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി ആഘോഷം ഭക്തജന തിരക്കിൽ ലയിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. രഥോത്സവ ദർശനത്തിന് ആയിരങ്ങൾ. കളനാട് റെയിൽപാളത്തിൽ വിള്ളൽ കണ്ടെത്തി. ഒഴിവായത് വൻ ദുരന്തം. ജില്ലയിൽ വൻ പാൻ മസാല വേട്ട. കാഞ്ഞങ്ങാട്ടേക്ക് കടത്തുകയായിരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാല പിടികൂടി. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് അതിയാമ്പൂരിൽ തുടക്കം. കാഞ്ഞങ്ങാട് നഗരത്തെ ഹരിത നഗരമാക്കണം. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യം വേഗത്തിലാക്കണം. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കുടുംബശ്രീ കൂട്ടായ്മയിൽ നെല്ലിക്കാട്ട് കാർഷിക സമൃദ്ധം. വിളവെടുപ്പ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.